അതെ, ഞാൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സാരി ഇങ്ങനെ ഞൊറിഞ്ഞെല്ലാം പതൊക്കെ താഴെയിട്ടുണ്ട്. നിങ്ങൾ പുറകിൽ നിന്ന് ജയസൂര്യ വന്ന പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയത്തേക്കും എന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അത് എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിക്കുക ഒരു ഷോക്കായി പോരും. അത് ഒരു നടന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തള്ളി മാറ്റി ഓടി താഴോട്ട് പോയി. ജയസൂര്യ ഓടി പുറകെ പെട്ടെന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, മിനു ഐ വാണ്ട് ടു ടെൽ യു ഒരു കാര്യം പറയണം, യെസ് ഓർ നോ എന്നൊരു വാക്ക് മതി. അപ്പോൾ എനിക്ക് എന്തേന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ യു. വരാൻ ലൊക്കേഷനിൽ മണിയമ്പല രാജചേട്ടനെ എന്റെ കാറെ കയറ്റി വിട്ടു. അതെന്തോ ഡെലിബറേറ്റ്ലി ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ കയറി എൻ്റെ വണ്ടി കയറി, ഞാൻ വണ്ടി ഓടിച്ച് ലൊക്കേഷനിലോട്ട് പോണു. ഈ സമയത്ത് പുള്ളിക്കാരൻ എന്നോട് പരിചയപ്പെടുന്നു, ചോദിക്കുന്നു, പേരൊക്കെ ചോദിക്കുന്നു, ഹസ്ബൻഡ് എവിടെ, ഗൾഫിലാണ്. അപ്പോൾ പതുക്കെ ട്രാക്കിലോട്ട് കയറുന്നു. അല്ല മിനു, ഈ ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ തനിയെ ജീവിക്കും? എന്ത് ചേട്ടാ നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുന്നത്, ഇന്നിപ്പം ടെക്നോളജീസ് ഒക്കെ വളരെ വലുതായിട്ടുണ്ട്. ഗൾഫുകാരുടെ ഭാര്യമാർ ഇങ്ങനെ സെക്സിന് വേണ്ടി ഇങ്ങനെ ജീവിക്കുന്നെന്ന് വിചാരിക്കരുത്. ഗൾഫുകാരുടെ ഭാര്യമാർക്ക് പല സാധനങ്ങളും ഇന്ന് നിലവിലുണ്ട്. ഇത്ര അറിഞ്ഞാൽ ഇങ്ങനെ മറ്റുള്ള ആണുങ്ങളെ തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പച്ചക്ക് എനിക്ക് പറയേണ്ടതായിട്ട് വന്നു. കാരണം പുള്ളിക്കാരൻ എന്നെ ശരിക്കും വണ്ടി ഓടിക്കാനും സമ്മതിക്കുന്നില്ല. അപ്പോഴത്തേക്കും കെട്ടിപ്പിടിക്കുമ്പോൾ ആദ്യമായിട്ട് അടുത്തൊക്കെ കാണുന്നതന്നെ. ഫസ്റ്റ് ഡേ പുള്ളിക്കാരനായിട്ടൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അന്നേരം ഒന്നും പരിചയപ്പെടാനൊന്നും സമയമൊന്നും കിട്ടിയില്ല. ഇല്ല, സ്പേസ് എന്ന് വെച്ചാൽ ഒരു പേടിയാണോ നാണക്കേടാണോ, ഇനി എന്നെ വിടത്തില്ലയോ, എനിക്ക് മറ്റുള്ളവരോട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ഒരു നമ്മൾ ആദ്യമായിട്ടാകുമ്പോൾ അങ്ങനെ വരുമല്ലോ. അങ്ങനെ ഒരു 13 വർഷം മുമ്പത്തെ കാര്യമല്ലേ, അപ്പോൾ പേടിയുണ്ടായിരുന്നു. അമ്മയുടെ ഇത് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു, അങ്ങനെ ഞങ്ങളെ ഗൗനിക്കാതെ നീ അങ്ങനെ നുഴഞ്ഞു കയറാൻ നോക്കണ്ട. അത് നിനക്ക് ഈ അമ്മയിൽ മെമ്പർഷിപ്പ് വേണമെങ്കിൽ പലരെയും ഗൗനിക്കേണ്ടിയൊക്കെ വരും. ഞാൻ അന്നേരം പറഞ്ഞു, കല്ലൂരിലെ ഫ്ലാറ്റിലോട്ട് പോവാം, നമുക്ക് ഫോം സിഗ്നേച്ചറൊക്കെ ചെയ്യണം, ഫോം ഫില്ല് ചെയ്തിട്ട് അങ്ങോട്ട്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി ചെല്ലുകയും ചെയ്തു. ഞാൻ മേനകയല്ല താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ചെന്ന് ഫോം ഫില്ല് ചെയ്തുകൊണ്ടപ്പോൾ പുള്ളിക്കാരനെ അവിടെ മിസ്ബിഹേവ് ചെയ്തു ഫിസിക്കലി. അല്ല, പിന്നെ കലണ്ടർ എന്ന സിനിമയിലും മുകേഷിനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോഴും പുള്ളിക്കാരൻ്റെ ഈ ഒരു ഇൻട്രസ്റ്റ് പുള്ളിക്കാരൻ വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം ഒന്നും പറയില്ല, സോറിന് ഒന്നും പറയണം. കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല, എനിക്കറിയില്ല എന്ന് വെച്ചിരിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നാടകമേ ഉലകം എന്ന സിനിമയിൽ പുള്ളിക്കാരൻ വന്നു. അവിടെ ഇപ്പോൾ ഈ പുള്ളിയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ, നീ ആർക്കും കൊടുക്കത്തില്ലല്ലോ, കൊടുക്കണ്ട. പിന്നെ ചെന്നൈയിൽ വരുമ്പോൾ ഹോട്ടലിലൊക്കെ എന്നെ വിളിക്കാറുണ്ട്, മിനു ഹാവ് ഡിന്നർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. അപ്പോഴൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഓടി മാറി. അപ്പോൾ നാടകമേ ഉലകം എന്ന സിനിമയിൽ കണ്ടപ്പോൾ പുള്ളിക്കാരന് ഫേസ് കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയെ തന്നെ ഇരിക്കുകയൊക്കെ ചെയ്തു. അന്നേരം പുള്ളി വെച്ചാൽ എന്താ തൻ്റെ സ്വഭാവം, താനെന്താ എങ്ങനെ ഇടന്ന് ഓടുന്നേ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പുള്ളി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമായിരുന്നു, ഞാൻ സ്റ്റെപ്പ് കയറി വരുമായിരുന്നു. ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പണങ്ങി ഓടി വന്നു. അപ്പോൾ പുറകെ പുള്ളിയും വന്ന് ഡോറെ കൊട്ടി. ഡോറെ കൊട്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്താ ഇവിടെ സിനിമ ലോകം തന്നെ കുറച്ച് അറിയത്തില്ല, ഇതെന്താ ഇങ്ങനെയൊക്കെ കിടന്ന്, എങ്ങനെ ഈ പരുക്കം സ്വഭാവമൊക്കെ എന്താ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചു. തൊട്ട് പുറകെ കട്ടിലായപ്പോഴത്തേക്ക് ഞാൻ കട്ടിലോട്ടങ്ങിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ. അന്നേരം പുള്ളിക്കാരൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കൊഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നോലെ ഇങ്ങനെ കടത്തി തന്നെ ബെട്ടയിലോട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഉരുണ്ട് മാറി പെട്ടെന്ന് ഇറങ്ങി ഓടി. ഞാൻ പറഞ്ഞില്ലേ നോബിൾ, അയാളെന്നെ ശരിക്കും എന്നെ അറ്റാക്ക് ചെയ്തു. ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു അതിന് രക്ഷമാണ്. കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വലത്തേക്കാണ്ട് ഓടിക്കുക, ഇടത്തേക്കാണ്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ അയാളുടെ ചെസ്റ്റിലോട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് അതിൽ ഗിയർ ബോക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെയൊക്കെ കൊണ്ട് വേദന എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ കിസ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടിയിൽ നിന്ന് ചാടുവേ, ഞാൻ പെട്ടെന്ന് തുറന്നു അത് ഡോറ് തുറന്നു, ഞാൻ ചാടും, വിട് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് എനിക്ക് അയാളിൽ നിന്ന് ഇതായത്. എന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ അതിൽ വിജനമായ റോഡും രണ്ട് കാടിൻ്റെ നടുക്കൊരു ടാറിട്ട റോഡ്, വന്യമൃഗങ്ങളൊക്കെ വരാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വണ്ടിയെ തന്നെ ഇങ്ങനെ പിടിച്ച് ഞാൻ വണ്ടി തിരിക്കുക അല്ലെങ്കിൽ വലിയ പ്രശ്നമാകും നോബിളെ, എന്നെ കൊണ്ടുവിടാൻ കയറ്റിയത് അവിടെ തന്നെ കൊണ്ടുവിടാൻ പറഞ്ഞപ്പോൾ പുള്ളിയും കൂളായി തിരിച്ചെന്നെ കൊണ്ടുവിട്ടു. കൊല്ലം തുളസി ചേട്ടൻ എനിക്കിട്ട പേരാക്കുന്ന വരാലു മിനു, അങ്ങനെ തന്നെ എനിക്കിട്ടാക്കുന്ന പേര് പുള്ളിക്കാരൻ. അപ്പം എല്ലാവരോടും മിണ്ടുന്നതിന് എന്താ ഫ്രണ്ട്ലിയാണ്. ഞാൻ പറഞ്ഞു, ഐ വാസ് വർക്കിംഗ് ഇൻ ദുബായ് ഇൻ ലീഗൽ കൺസൾട്ടൻസിയിൽ. അപ്പം നമ്മൾ അങ്ങനെ എല്ലാവരോടും മിണ്ടും എന്ന് വെച്ചാൽ ഉടനെ ഈ പറഞ്ഞതിന് വേറെ